من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله. صدق الله العظيم. الله سبحانه وتعالى അവന്റെ ഫضل കൊണ്ടുണ്ട് നമ്മുടെ ജീവിതം നാഫിയായ ഈമാനും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضل കൊണ്ട് നമുക്ക് പഠിപ്പിച്ചതാണ്. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിച്ചതിന്റെ ശേഷം ജനാസ കൊണ്ടുപോകും. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടിൽ അല്ലെ, മയ്യത്ത് കട്ടിലിന് ആവശ്യമില്ല. മയ്യത്ത് കട്ടിൽ അതുപോലുള്ള അല്ലെങ്കിൽ സ്ട്രക്ചർ അല്ലെ, സ്ട്രക്ചറൊക്കെ മയ്യത്ത് ചുമക്കാൻ പറ്റും. അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് വേണം കൊണ്ടുപോകാൻ. തോളിലിട്ട് കൊണ്ടുപോകാൻ അതൊന്നും പാടില്ല. ഇനി മയ്യത്ത് കട്ടിലൊന്നും കിട്ടിയില്ല, കട്ടിലൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും മയ്യത്തിന് വല്ലതും സംഭവിക്കും. വാസന തുടങ്ങി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഒക്കെ വരും. അങ്ങനെ വല്ല സാഹചര്യങ്ങളുണ്ടെങ്കിൽ ചുമലില് തോളില് എന്ത് ചെയ്യാം, ചുമന്ന് കൊണ്ടുപോയതിന് കുഴപ്പമൊന്നുമില്ല. അതിനെ പലരുടെയും കരുടിയിലായി എന്ന് പറഞ്ഞാൽ മയ്യത്തിനെ നീളത്തിൽ കിടത്തിയിട്ട് കൊണ്ടുപോകും. അല്ലാതെ ആ കൊണ്ടുപോകല്ലോ നമ്മൾ സാധാരണ പുറത്തുകൂടുള്ള സിമെന്റ് ചാക്കി വെച്ചണ മാതിരില്ല ആ പോക്കല്ല. അങ്ങനെ കൊണ്ടുപോകാവുന്നതാണ്. മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളുകൾ അവര് മയ്യത്തിന്റെ അല്പം മുമ്പിലായിട്ട് നടക്കലാണ് അഫ്ളൽ. പരന്ന് നടക്കണം, മനസ്സിലായോ? പരന്ന് നടക്കണം. മയ്യത്തിന്റെ മുന്നിലും ബാക്കിലൊക്കെ ആളുകളുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുന്ന ആളുകൾ അവര് അനാവശ്യമായ സംസാരങ്ങളും മറ്റും ഒഴിവാക്കണം. അനാവശ്യമായ സംസാരങ്ങൾ പാടില്ല. ആ സമയത്ത് അവര് മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടും നിശബ്ദപരമായിട്ടാണ് പോകേണ്ടത്. കൽബുകൊണ്ട് മരണത്തെക്കുറിച്ച് ഓർക്കുകയും നാവുകൊണ്ട് ദിക്റുമായിട്ടാണ് അവർ മയ്യത്തിനെ അനുഗമിക്കേണ്ടത്. മരണത്തെ ഓർക്കണം, മൗനം പാലിക്കണം, സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ ചില ആളുകൾ വിചാരിച്ചു മരണത്തെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഉണ്ടാതെ പോകലാണ്. മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അവിടെ വേറുള്ള വർത്താനം പറയരുത് എന്നാണ്. പക്ഷെ ഇത് ദിക്റെല്ലാം പാടില്ല എന്ന് മസല കണ്ടെത്തിയിട്ട് നാട്ടുവർത്താനം പറയണതിന് കുഴപ്പമില്ല എന്നുള്ള പുതിയ മസലയാണ് ഇപ്പൊ ചില ആൾക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. അത് വിഡ്ഢിത്താണ്. മിണ്ടാതെ പോകാന്ന് പറഞ്ഞാൽ അനാവശ്യമായ ലഘുവായ വർത്തമാനങ്ങൾ അത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലണതിന് ഒരു കുഴപ്പമില്ല. മാത്രല്ല ദിക്ർ പലപ്പോഴും മറ്റു സംസാരങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു കാരണമാവും അല്ലേ. മരണത്തെക്കുറിച്ച് ഓർത്തു പോകുക എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മളല്ലേ. മൗനജാഥ നടക്കാറുണ്ട് നാട്ടിൽ. മൗനജാഥ അതിനൊരു
മറ്റുള്ള ജാതിയിലൊക്കെ ഒരാളും മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത് എല്ലാരും ഏറ്റുവിളിക്കലാണ്. മൗനജാതിയിൽ എല്ലാരും വർത്താനക്കാരായിരിക്കും. പേരെന്താണ്? മൗനജാതൻ. അങ്ങനെ ആളുകളാണ് അവിടെ എത്തുന്നത് വരെ മരണത്തിനെ കുറിച്ച് ഓർത്തു പോവുക മിക്കവാറും ഉണ്ടാവും. ഓനെന്തായാലും റബ്ബറിന്റെ വിലയും വണ്ടിന്റെ വിലയും ഒക്കെ ഓനെ ചർച്ചയിൽ വരും. ഇനി ആരൊന്നും വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഖാവും ഉണ്ടാവും, ഒരു കോൺഗ്രസ്സുകാരനുണ്ടാവും. ഇത്ര സൗകര്യത്തിൽ രാഷ്ട്രീയം പറയാൻ വേറെ ഏതോ സമയം സുഖമായിട്ട് ഇരിക്കാറുണ്ടാകും. അങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെ പല വർത്തമാനങ്ങളുണ്ടാവും. അപ്പൊ ഇതൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് മഹാന്മാരായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ദിക്റ് ചൊല്ലി പോവാം. ഒരു ഏറിലുമില്ല, ഒരു കുറവുമില്ല. ദിക്റില്ല എന്ന് പറഞ്ഞാൽ ഹാർട്ട് അട്ടഹസിച്ച് ദിക്റില്ല എന്നല്ല, മിതമായ ശബ്ദത്തിൽ അതബോടുകൂടെ ദിക്റ് ചൊല്ലിയിട്ട് പോവാം. അങ്ങനെയാണ് ജനാസ കൊണ്ടുപോകുന്നത്. ويندب في حال السير جعل رأسه إلى جهة الطريق. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്തിന്റെ തലഭാഗം നടക്കുന്ന വഴിയുടെ ഭാഗത്തേക്കാക്കണം എന്ന് പറഞ്ഞാൽ തല മുന്നിലേക്കാക്കണം. വൽ ഇസ്റാഉ ബിഹി, ജനാസയിലുള്ളത് ഇസ്റാ ഉളരാനാണ് പറയാം. കുറച്ച് സ്പീഡിൽ നടക്കുക, അങ്ങനെ ആടിപ്പാടി പോലെ പേടി ഒഴിവാക്കുക, കുറച്ച് സ്പീഡിൽ നടക്കുക. എന്നാ മയ്യത്ത് കിടന്ന് ഉരുളാനും പാടില്ല. മയ്യത്തിന്റെ അതബ്, മയ്യത്തിനോടുള്ള ഉമ്മത്ത് ഇന്ന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള സ്പീഡ് കുറച്ച് സ്പീഡിൽ കൊണ്ടുപോകുന്നത് അതൊക്കെ ആവശ്യമാണ്. അല്ലേ? ജനാസ കൊണ്ടുപോകുമ്പോൾ സ്പീഡിൽ കൊണ്ടുപോകും. ഈ മയ്യത്തിനെ വെച്ച് താമസിപ്പിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അനാവശ്യമായി മയ്യത്തിനെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? അത് നല്ല ജനാസയാണെങ്കിൽ എന്തിനാണ് അയാളുടെ നിഅമത്ത്, അല്ലെ, അയാൾക്ക് ഖബറിലും മറ്റൊക്കെ ഇനി എന്തെല്ലാം നിഅമത്തുകളാണ് അയാൾക്ക് അനുഭവിക്കാനുള്ളത്, എന്തിനായിരുന്നു അത് വെറുതെ തടയുന്നത്? ഇനി അതൊരു മോശപ്പെട്ട ജനാസയാണെങ്കിൽ എന്തിനാണ് ആ വൃത്തികേട് വീട്ടിൽ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് കാര്യം? അല്ലേ? രണ്ടു ശരിയല്ലേ? എങ്ങനെ നോക്കിയാലും മയ്യത്തിന് സ്പീഡിൽ പെട്ടെന്ന് മറവ് ചെയ്യലാണ് കൊണ്ടുപോകലും പെട്ടെന്ന് മറവ് ചെയ്യലുമാണ് ഏറ്റവും നല്ല. വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, അകാരണമായി വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഉമ്മാന്റെ അളാമാന്റെ ഒട്ടിച്ച് കുവൈത്തിലുണ്ട്, വരുന്നേ വരെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. എന്തിനാണ് അതിന്റെ ആവശ്യം? നമ്മളൊക്കെ അത് ശ്രദ്ധിക്കണം. നമ്മളെ ഉറ്റവരായ ആളുകൾ മരണപ്പെട്ടാൽ ഞാൻ വരുന്നവരെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പിറ്റേന്ന് വൈകുന്നേരം നമ്മളെല്ലാ ഏർപ്പാടും കഴിഞ്ഞ് പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തുക. അതുവരെ മയ്യത്തിന് അവിടെ വെച്ച് കെട്ടിപ്പൊറിഞ്ഞ് താമസിപ്പിച്ച് വെക്കരുത്. ഇനി നമ്മൾ കാരണക്കാരാകരുത്, അത് ചെയ്യരുത്. നമ്മൾ ഇവിടുന്ന് നിസ്കരിക്കുക, ഇവിടെ ദുആ ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്ന് സാധാരണഗതിയിൽ ജനാസ എടുക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പോവാ. പക്ഷെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് മയ്യത്തിനവിടെ വെറുതെ വെച്ച് താമസിപ്പിക്കരുത്. ഒരു കാര്യമല്ല ഇതൊന്നും. ദുആ ചെയ്യുക, അതൊക്കെ മയ്യത്തിനെ ഉപദ്രവിക്കലാണ്. അതൊക്കെ നല്ല ജനാസയാണെങ്കിൽ അയാൾക്ക് വരാനുള്ള നിഅമത്തുകൾ നമ്മൾ തടഞ്ഞു വെക്കണതിനാ. ഖബറിൽ അനുഭവിക്കേണ്ട, ബർസഖിൽ ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കേണ്ട സ്വർഗീയ അനുഭൂതികൾ എന്തിന് നമ്മൾ തടഞ്ഞു വെക്കണം? ഇത് ഖബറിലേക്ക് എത്തിയിട്ട് വേണം റൂഹ് തിരിച്ചു വരാൻ. അല്ലേ? റൂഹിനെ മലായിക്കത്ത് താരാട്ടുപാടി കൊണ്ടുപോയ ഇല്ലീനിൽ ആണ്. ഇല്ലീനിൽ നിന്ന് റൂഹ് ഖബറിലേക്ക് മടക്കപ്പെടുകയാണ്. ഇത് ഖബറിലെത്തലോടുകൂടെ മുഅ്മിനാണെങ്കിൽ. അല്ലാഹു തആല അങ്ങനത്തെ ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ എന്തിനാണ് നമ്മൾ വെറുതെ ഇത് ഇങ്ങനെ കെട്ടി താമസിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇനി മോശപ്പെട്ട ജനാസയാണെങ്കിൽ ഇത് വീട്ടിൽ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് വർക്കത്ത് വന്നുകൊണ്ട് കിട്ടാനുമില്ല. തിരുവനന്തപുരം അവിടെ വെച്ചിട്ട് അപ്പൊ രണ്ടായാലും മയ്യത്തിനെ പെട്ടെന്ന് കൊണ്ടുപോകലാണ് ഏറ്റവും ശ്രേഷ്ഠമായ വഴി. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച മാതൃക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
നമ്മളതിന് അങ്ങനത്തെ ഈ ഏർപ്പാടുകൾക്ക് കാരണക്കാരാകാൻ പാടില്ല. ഫ്രീസറിലൊക്കെ വെച്ചില്ലേ ദിവസങ്ങളോളം ഫ്രീസറിൽ വെറുതെ കുറ്റിപ്പൂട്ടി വെച്ചിരിക്കുക. എന്താ കാര്യം? ഒരു കാര്യമില്ല. ഉമ്മാന്റെ മുഖം ഒന്ന് കാണാനാണ്. ജീവിച്ചിരിക്കണ ഉമ്മയാണെങ്കിൽ എന്തെങ്കിലും വർത്താനെങ്കിലും പറയുന്നു. ഇതിപ്പോ ഈ ഉമ്മാനോട് എന്ത് വർത്താനം? അതൊന്നും സ്നേഹക്കുറവല്ല. പലരും പോണത് ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ടല്ല. ഞാൻ പോയിട്ടില്ലെങ്കിൽ ഉമ്മാനോട് എനിക്ക് സ്നേഹമില്ല എന്ന് ബാക്കിയുള്ളവർ പറയില്ലേ എന്നുള്ള പേടിയാണ്. മനസ്സിലായോ? ഓരോ എനിക്ക് ഇവൻ ഇത്ര സ്നേഹമില്ലാത്ത ആളായി പോയി എന്ന് വേറുള്ള ആൾക്കാർ വിചാരിക്കുമോ എന്ന് എഴുതിയിട്ടാണ്. എന്തിനാണ് ആയാലും അനാവശ്യമായ ഫോർമാലിറ്റീസ്? അതിനൊന്നും ആവശ്യമില്ല. ആഖിറമാണ് നമ്മളൊക്കെ ലക്ഷ്യം. അത് ആർക്കും നമ്മളെ കാരണത്താൽ ഒരാൾക്കും ഒന്നും തടയണ്ട. അത് കേൾക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുക. ജനാസ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് കുളിപ്പിച്ച് നിസ്കരിച്ച് മറവ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ നോക്കുക. അല്ലാതെ മറ്റവനെയും കാത്ത് ഇവനെയും കാത്തിരിക്കലല്ല. ഈ അടുത്ത് തൃശൂർ ജില്ലയിലുള്ള ചാവക്കാട്, തൃശൂർ ജില്ലയിലുള്ള സ്ഥലത്ത് ഒരു സുഹൃത്തുക്കൾക്ക് ഒരു സംഭവം പറയാനുണ്ട്. മോള് ഖത്തറിൽ നഴ്സാണ്. അപ്പൊ ഉപ്പ മരണപ്പെട്ടു. അങ്ങനെ ആളുകള് മോളെ വരുന്നവരെ മറവ് ചെയ്തില്ല, വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ആൾക്കാരൊക്കെ വലിയ ആവേശത്തിൽ ഇങ്ങനെ മോളെ വരവ് കാത്തു നിൽക്കുകയാണ്. അതൊരു സീനാണല്ലോ, ഒരു രംഗാണല്ലോ. അപ്പൊ അതുവരെ ശാന്തമായ അന്തരീക്ഷത്തിൽ മോള് വന്ന് കയറുന്ന സമയത്ത് ഹൃദയം പൊട്ടി മോളുടെ അട്ടഹാസം, കരച്ചിൽ. ആ കരച്ചിലിന്റെ സമയത്ത് കൂടെ കരയാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്ന കുറെ പെണ്ണുങ്ങൾ പറയും. ഇവരിത് കാത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സദസ്സിലേക്ക് പെണ്ണ് കയറി വന്നു. അപ്പൊ ഇവള് കയറി വരുന്നത് ഈ ഖത്തറിൽ പോയിട്ട് അതിന്റെ ഇടയിൽ ഇവൾക്ക് ഒരു കാമുകനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവള് വരുന്ന വിവരം കാമുകനെ വിളിച്ചിങ്ങനെ അറിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന സ്ഥലത്തെത്തി. അപ്പൊ ഇവള് വരുന്ന രംഗം നല്ലൊരു ഒരു ഇടുങ്ങിയ ജീൻസും ഒരു ടീഷർട്ടും ഇട്ടിട്ടാണ് അതിൽ വരുന്നത്. ഒരു ഷാളും ഉണ്ടല്ലേ. എന്നിട്ട് വന്ന് ഫോണും ചെയ്തിട്ടാണല്ലേ വരുന്നത്. ഫോൺ ചെയ്തുകൊണ്ടാണ് വരുന്നത് മയ്യത്തിന്റെ അടുത്ത്. അങ്ങനെ ഓള് വന്നു, ആരും മൈൻഡ് ചെയ്യണമെന്നില്ല. ഖത്തറിൽ പോയി വന്ന മോളല്ലേ. മനുഷ്യന്മാരുടെ അവസ്ഥ. ഓൾ ആരും മൈൻഡ് ചെയ്തില്ല. ഓള് ഫോണിൽ ഇങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരാണ്. അങ്ങനെ ഫോണിൽ വെച്ചിട്ട് എന്നാ പിന്നെ നീ എന്താ വെച്ച് താമസിക്കുന്ന ബോഡി എടുക്കല്ലേ? എന്നാ പിന്നെ എന്തിനാ വെച്ച് താമസിക്കുന്ന പിന്നെ ബോഡി എടുക്കല്ലേ? ആരെ ബോഡി? പല ബോഡി എടുക്കല്ലേ? ഇത് പറയാനാണ് ഈ മനുഷ്യന്മാര് മുഴുവനും ഇത്രയും നേരം ഓളം കാത്തിരുന്നത്. കഴിഞ്ഞു, പിന്നെ ബോഡി എടുക്കന്നെ. എന്തായാലും അപ്പൊ ഇതിനാണ് ഇപ്പൊ ഈ കാത്തിരിക്കണത്. വേറെ എന്ത് പ്രത്യേകിച്ചൊരു ഗുണം അതിനില്ല. എന്തിനാണ് അനാവശ്യമായി കാത്തു നോക്കണത്? അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, വെച്ച് നീട്ടരുത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ പെട്ടെന്ന് കൊണ്ടുപോകണമെന്നാണെങ്കിൽ ഇതൊക്കെ രഹസ്യ. നല്ല മയ്യത്താണെങ്കിലേ ഖദ്ദിമൂനി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനായ ജനാസയാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടി അയാളിങ്ങനെ ആവശ്യപ്പെടുന്ന ആരോട്? നമ്മളോട് മയ്യത്ത് ആവശ്യപ്പെടും. ഇങ്ങനെ വേഗം കൊണ്ടുപോകൂ, പെട്ടെന്ന് കൊണ്ടുപോകൂ. അതിന് മകൻ ഖത്തറിന് വരണ്ടേ ബാക്കിയുള്ളത് കൊണ്ടുപോകണമെങ്കിൽ. അതാണ് ഒരു നല്ല ജനാസയാണെങ്കിൽ അത് വെച്ച് പറയും. അപ്പോ ഏത് ജനാസയാണെങ്കിലും പെട്ടെന്ന് മറവ് ചെയ്യാം. അതാണ് നല്ലത്. സ്ത്രീകളുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് കട്ടില് എന്തെങ്കിലും ഒരു നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മയ്യത്തിന്റെ മൂടിണ്ടല്ല, അടപ്പ്, അതേപോലത്തെ അടപ്പ് കൊണ്ട് അടക്കുക. അതൊക്കെ സുന്നത്താണ്. മയ്യത്ത് കൊണ്ടുപോകുന്നത് സ്ത്രീകൾക്ക് മയ്യത്ത് കൊണ്ടുപോലില്ല. സ്ത്രീകൾ മയ്യത്ത് കൊണ്ടുപോകുന്ന ആളുകളല്ല, പുരുഷന്മാരാണ് മയ്യത്ത് കൊണ്ടുപോകേണ്ട ആളുകൾ. കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യം അല്ലെ, സ്ത്രീകളുടെ നിസ്കാരം, സ്ത്രീകളുടെ മയ്യത്ത് നിസ്കാരം. സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കൽ പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ല. സ്ത്രീകൾ മയ്യത്ത് നിസ്കാരം കൊണ്ട് അവരല്ല അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, പുരുഷന്മാരാണ്. എന്നാൽ സ്ത്രീകൾ നിസ്കരിച്ചാൽ സ്വഹീഹാവും. മനസ്സിലായോ? അവർ നിസ്കരിച്ചാൽ സ്വഹീഹാവും.
പക്ഷെ അവർക്ക് നിസ്കരിക്കാൻ കൽപ്പനയൊന്നുമില്ല. അവർക്ക് അതുകൊണ്ട് സുന്നത്തുണ്ട് എന്നും ഇമാമിങ്ങൾ പറഞ്ഞതായിട്ടൊന്നും കണ്ടിട്ടില്ല. സ്വഹിയാവും, നിസ്കരിച്ചാൽ സ്വഹിയാവും. ഇനിയിപ്പോ കുറച്ച് പെണ്ണുങ്ങളെ അകാരിബീങ്ങളായ കുറച്ച് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അവർ നിസ്കരിച്ചോട്ടെ. നിസ്കരിച്ചത് കൊണ്ട് ഫർള് കൂടൂല. പുരുഷന്മാരെ നിസ്കരിക്കണം ഫർള് കൂടണമെങ്കിൽ. മനസ്സിലായോ? പുരുഷന്മാരെ മുമ്പ് സ്ത്രീകൾ നിസ്കരിച്ചാൽ എന്തോ ആവുമെന്നാണ്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഞാൻ എപ്പോഴും നിസ്കരിക്കുക? പുരുഷന്മാരെ നിസ്കരിക്കുന്ന പള്ളിയെന്നല്ലേ പിന്നെ അവിടെ നിങ്ങോട്ടവർക്ക് നിസ്കരിക്കാൻ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് അതിന് പ്രത്യേകിച്ചൊരു പുണ്യൊന്നും ഇല്ല. പിന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നല്ലോ. ജനാസ വായിബായ മയ്യത്ത് നിസ്കരിക്കുമ്പോ കുറെ മുമ്പ് മരിച്ചു പോയവർക്ക് നിസ്കരിക്കാൻ പറ്റുമോ അല്ലേ എന്നുള്ളത് അല്ലേ? അത് നമുക്കൊരു ഉദാഹരണമാണ്. ഇബ്രാഹിം നബിന്റെ മയ്യത്ത് നിസ്കരിക്കുക, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മയ്യത്ത് നിസ്കരിക്കുക, വായിബായ നിസ്കാരം. വായിബായ മയ്യത്ത് നിസ്കാരം അത് ആ ആള് മരിക്കുന്ന സമയത്ത്, ഇപ്പൊ ഒരാളുടെ പേരിലാണോ നിസ്കരിക്കുന്നത്, നിസ്കരിക്കപ്പെടുന്ന വ്യക്തി മരിക്കുന്ന സമയത്ത് ഈ ആൾക്ക് നിസ്കാരം ഫർളായ അവസ്ഥയിലാണെങ്കിൽ എന്ന് മഹാന്മാർ ഇത് പറയുന്നുണ്ട്. മനസ്സിലായില്ല? ഇപ്പൊ ആരെ പേരിലാണ് നമ്മൾ വായിബായ മയ്യത്ത് നിസ്കരിക്കുന്നതെങ്കിൽ അയാൾ മരിക്കുന്ന സമയത്ത് ഇയാൾ ആരാവണം? നിസ്കാരം വാജിബായ ഫർളായ ഒരാളായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആഖിലും ബാലിഗും ആയിരിക്കണം, മുകല്ലഫ് ആയിരിക്കണം. പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള ഒരാളായിരിക്കണം എന്നർത്ഥം. ആ സമയത്ത് മരിച്ച ഒരാളുടെ പേരിൽ ഇയാൾക്ക് നിസ്കരിക്കാം. ഏത് കാലത്തും വായിബായ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കാം. അതിന് മുമ്പുള്ളവർക്ക് അപ്പം നിസ്കരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായോ? ഇനി മയ്യത്തിനെ മറവ് ചെയ്യൽ. ഖബറിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത് മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് പിന്നീട് ഉണ്ടായേക്കാവുന്ന ദുർഗന്ധം, അതേപോലെ തന്നെ മറ്റു പിടിമൃഗങ്ങൾ, കുറുക്കനൊക്കെ മാന്തുല്ലേ, അങ്ങനെ പിടിമൃഗങ്ങൾ, ഇവയുടെ ഉപദ്രവത്തിൽ നിന്ന് മയ്യത്തിനെ പരിരക്ഷിക്കാവുന്ന അവസ്ഥയിലുള്ള ഒരു കുഴി. ഇതാണ് ഖബറിന്റെ ഏറ്റവും ചുരുങ്ങി. അത് അപ്പൊ പിന്നെ ആഴത്തിന്റെ കണക്കൊന്നും അവിടെ പറയണില്ല. ഓരോ നാട്ടിൽ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള ആഴാവും അല്ലെ. ഇപ്പൊ ഉറച്ച പ്രതലമുള്ള പ്രദേശമാണെങ്കിൽ അവിടെ വലിയ ആഴം ഇല്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലായി. അത് ചുരുങ്ങിയ രൂപം. പൂർണ്ണമായ രൂപം എന്ന് പറഞ്ഞാൽ ഏകദേശം അത്യാവശ്യം ഒരു 6-7 അടിയോളം ഖബറിന് ആഴം വേണം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരാൾക്കിനെ ഇറങ്ങി നിന്നാൽ ഒരു ശരാശരി ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ, പുള്ളന കാര്യമല്ല പറഞ്ഞത്, ശരാശരി ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ ഒരാളെ ശരിക്കും അങ്ങനെ മൂടി നിൽക്കും. അതാണ്, ഇതാണ് ഖബറിന്റെ ഒരു രൂപം. നാലര മുഴം ആഴം എന്നാണ് കിതാബുകളൊക്കെ കാണാൻ പറ്റുക. 4.5 മുഴം. 4.5 മുഴം എന്ന് പറയുമ്പോ ഒരു മുഴത്തിലല്ലേ അല്ലേ? ഇതുപോലത്തെ ഒരു 4.5 മുഴം ആഴമെങ്കിലും ഉണ്ടാവും. ഏകദേശം 6 അടിയോളം വരും. 6 അടി 5.5-6 അടിയോളം വരും. പിന്നെ മയ്യത്തിനെ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് കുഴി നിർബന്ധ. മയ്യത്തിനെ പുറത്ത് വെച്ചിട്ട് അങ്ങനെ മൂടാലോ, അങ്ങനെ ചെയ്യാലോ. കുഴിച്ചു മൂടാതെ മയ്യത്തിനെ പുറത്ത് വെച്ചിട്ട് പിന്നെന്ത് ചെയ്യാൻ, ശരിക്ക് കട്ടയും കല്ലൊക്കെ ഉപയോഗിച്ചാൽ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തൂടെ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കുഴിക്കന്നെ വേണം, ഖബർ തന്നെ വേണം. പിന്നെ وصد القبر بعد وضعه فيه بما يمنع وقوع التراب عليه. മയ്യത്തിന്റെ ശരീരത്തിൽ മണ്ണ് വീഴാത്ത രീതിയിൽ മയ്യത്തിന്റെ ആ ഖബറിന്റെ കുഴിയിൽ എന്ത് വെക്കണം?
എന്തെങ്കിലും ഉപയോഗിച്ച് അടക്കണം, മയ്യത്തിന്റെ ശരീരത്തിലേക്ക് മണ്ണ് വീഴാത്ത നിലക്ക്. സാധാരണ ഖബറിന്റെ രൂപം നമ്മുടെ നാട്ടിലൊക്കെ രൂപം എന്ന് പറഞ്ഞാൽ ഒരു മേൽക്കുഴിയും പിന്നെ ഒരു കീഴ്ക്കുഴിയും ഉണ്ടാകുക അല്ലെ കീഴ്ക്കുഴിയും മേൽക്കുഴിയും നമ്മുടെ നാട്ടിലൊക്കെ പറയലേ. മേലത്തെ കുഴി അല്പം വീതി ഉണ്ടാവും, അടിയത്തത് കുറച്ച് വീതി കുറയും. അപ്പൊ കല്ല് വെക്കാൻ സുഖമാണ്, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. എന്നാ പിന്നെ അങ്ങോട്ട് മണ്ണ് ഇറങ്ങൂല. അങ്ങനെയാണ് പല സ്ഥലം. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ നേരെ കുത്തിയിട്ട് പിന്നെ ഉള്ളിലേക്ക് തുരക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അങ്ങനെയും ചെയ്യാറ്. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ നിന്ന് വെക്കുക. അപ്പൊ മയ്യത്ത് എന്തായി? ഫ്രീ ആയി, ഇവിടെ കുഴി മൂടും ചെയ്തു. അങ്ങനെ ചെയ്യാറുണ്ട്, രണ്ടു നിലക്കും ആക്കാം. മറ്റു സ്ഥലങ്ങളിൽ, പൊതുസ്ഥലങ്ങളിൽ, നമ്മുടെ സ്വന്തം മണ്ണിൽ, വീട്ടിൽ പറമ്പിലൊക്കെ മയ്യത്തിനെ മറവ് ചെയ്യുന്നതിനേക്കാൾ അഫ്ളല്, ഏറ്റവും ഉത്തമം പൊതുവായ മക്ബറകളാണ്. പള്ളിപ്പറമ്പ് കയ്യിൽ പൊതുവായ മക്ബറ, പള്ളിപ്പറമ്പ് എന്നാക്കേണ്ട, മക്ബറ കേട്ടോ, മക്ബറയിലാണ്. ഇല്ലാലി മസ്ലഹത്തും, എന്തെങ്കിലും അതുകൊണ്ട് വല്ല മസ്ലഹത്തും ഇല്ലെങ്കിൽ. ഇപ്പൊ ചില ഔലിയാക്കളായ ആളുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ സയ്യിദന്മാരൊക്കെ ആണെങ്കിൽ, ചിലപ്പോ അവരെ സിയാർത്ത് ചെയ്യാനൊക്കെ കുറെ ആളുകൾ വരും അല്ലെ. അവർ മരിച്ചതിന്റെ ശേഷം സിയാർത്തിന് കുറെ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ചിലപ്പോ ഒരു പക്ഷേ പൊതുവായ ഒരു മക്ബറയിൽ മറവ് ചെയ്യുമ്പോ സിയാർത്ത് വരുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ അവിടെ മറ്റു പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ ഭയപ്പെടുകയാണെങ്കിൽ അതൊക്കെ മസ്ലഹത്തപ്പെടും. അങ്ങനെയൊക്കെ ആകുമ്പോ സ്വന്തം മറ്റു പ്രത്യേകമായി തന്നെ അവർ മറവ് ചെയ്യുന്നതിനൊന്നും വിരോധമല്ല. അങ്ങനെയുള്ള ഒരു മസ്ലഹത്തില്ലെങ്കിൽ പൊതുവായ മക്ബറയിൽ മറവ് ചെയ്യലാണ് ഏറ്റവും ഉത്തമം. രാത്രി മറവ് ചെയ്യുന്നതിനേക്കാൾ അഫ്ളല് പകല് മറവ് ചെയ്യലാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ വൈകുന്നേരമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നേരം വിളിക്കാൻ കാത്തു നിൽക്കണത് അല്ലെ. അന്ന് രാത്രി കൊണ്ടേ മറവ് ചെയ്യുന്നതിനാറോ നല്ലത്, ഉത്തമം പകല് മറവ് ചെയ്യലാണ്. വയഹ്റുമു ഇദ്ഖാലുൽ മയ്യിത്ത് ഇദ്ഖാലു മയ്യിത്തിൻ അലാ മയ്യിത്തിൻ, ഒരു മയ്യിത്തിന്റെ മുകളിൽ മറ്റൊരു മയ്യിത്തിനെ, ഒരു മയ്യിത്തിന്റെ കൂടെ വേറൊരു മയ്യിത്തിനെ കൂടെ പ്രവേശിപ്പിക്കൽ ഹറാമാണ്. വദഫ്നു റജുലിൻ വംറഅത്തിൻ ഫീ ഖബറിൻ, ഒരു ഖബറിൽ ഒരു പുരുഷനെയും സ്ത്രീയെയും മറവ് ചെയ്യലും ഹറാമാണ്. ഇല്ലം യകും ബൈനഹുമാ മഹ്റമിയത്തുൻ ഔ സൗജിയ, അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ മഹ്റമിയത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലെങ്കിൽ, വിവാഹബന്ധം ഹറാമായ ആളുകളല്ല. വിവാഹബന്ധം ഹറാമായ ആളുകളല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അന്യ പുരുഷനും അന്യ സ്ത്രീയുമാണെങ്കിൽ അവരെ ഒരു ഖബറിൽ രണ്ടുപേരെയും ഒരുമിച്ച് മറവ് ചെയ്യൽ ഹറാമാണ്. മനസ്സിലായല്ലോ? ഇനി വിവാഹബന്ധം ഹറാമായവരാണെങ്കിൽ അത് കറാഹത്തുമാണ്. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ഭാര്യയും ഭർത്താവിനെ ഒരുമിച്ച് മറവ് ചെയ്യൽ, രണ്ട് സ്ത്രീകളെ ഒരുമിച്ച് മറവ് ചെയ്യൽ, രണ്ട് പുരുഷന്മാരെ ഒരുമിച്ച് മറവ് ചെയ്യൽ, ഇതൊക്കെ കറാഹത്താണ്. അന്യരാണെങ്കിൽ ഹറാമുമാണ്. അന്യ പുരുഷനും കുഴപ്പമില്ല, അന്യ പുരുഷനും അന്യ സ്ത്രീയും. അതേപോലെ അന്യ സ്ത്രീയും കുഴപ്പമില്ല. മനസ്സിലായോ? ഇനി വമമ്മാത ബിസഫീനത്തിൻ, ഇനി കപ്പലിൽ വെച്ചൊരാൾ മരിച്ചു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ നടുക്കടലിൽ വെച്ച് കപ്പലിലോ തോണിയിലോ ഒക്കെ വെച്ചൊരാൾ മരിച്ചു. കരയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ചിലപ്പോൾ മയ്യത്ത് കേടുവരാൻ സാധ്യതയുണ്ട്. കുറെ അങ്ങനെ ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പൊ അടുത്തൊന്നും ചിലപ്പോ കരയിലേക്ക് എത്തിപ്പെട്ടോണമെന്നില്ല. ഏതെങ്കിലും നടുക്കടലിലൊക്കെ ആണെങ്കിൽ അല്ലേ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നിരക്ക്. അങ്ങനെയൊക്കെ ആണെങ്കിൽ രണ്ട് മാർഗം അവിടെ സ്വീകരിക്കാവുന്നതാണ്. ഒന്ന്, പിന്നെ ഒരു പലക കൊണ്ട് എന്ത് ചെയ്യുക, മയ്യത്തിന് ഒഴുകാൻ പറ്റുന്ന രീതിയിലുള്ള പലക കൊണ്ട് എന്തെങ്കിലും ഒരു രൂപത്തിലൊരു സാധനം ഉണ്ടാക്കിയിട്ട്, ചെറിയ തോണി പോലെയൊക്കെ, അല്ലെങ്കിൽ മയ്യത്ത് ഒഴുകുന്ന രീതിയിലുള്ള മയ്യത്തിനെ അതിൽ കിടത്തിയിട്ട് കടലിലിടുക. എന്നാൽ തിര അടിച്ച് ഇത് കരയിലെത്തിയാൽ
മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഇതിനെ മറവ് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടെ അങ്ങനെ ചെയ്യാം. ഒന്നത്. അല്ലെങ്കിൽ മറ്റൊരു മാർഗം, എന്തെങ്കിലും ഭാരമുള്ള വല്ലതും കെട്ടിയിട്ട് മയ്യത്തിന് എന്ത് ചെയ്യാം, കടലിലിടുക. ഭാരമുള്ളത് ഉണ്ടല്ലോ പലകന്റെ ഇടയിലാക്കിയിട്ട് കനുള്ള വല്ലതും കെട്ടിയിട്ട് എന്നാൽ കടലിലേക്ക് ആഴ്ന്നു പോയിക്കോളും. മനസ്സിലായോ? ഈ രണ്ട് മാർഗവും സ്വീകരിക്കാവുന്നതാണ്. ഇനി മറവ് ചെയ്യുന്ന സമയത്ത് ചില ആദാബുകൾ. മറവ് ചെയ്യുന്ന സമയത്ത് മറവ് ചെയ്യുന്ന സമയത്ത് മയ്യത്തിനെ വസ്ത്രം പോലോത്തത് കൊണ്ട് മറക്കൽ സുന്നത്താണ്. മയ്യത്തിന് മറച്ചിട്ട് തുറന്നുകൊണ്ട് മറവ് ചെയ്യരുത്, സുന്നത്താണ്. മയ്യത്ത് കട്ടിൽ നിന്ന് മയ്യത്തിനെടുക്കുമ്പോൾ തലന്റെ ഭാഗത്ത് ഇങ്ങനെ എടുക്കും, ഇത് സുന്നത്താണ്. മറവ് ചെയ്യുന്ന ആള്, മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുന്ന ആള് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് ചൊല്ലൽ സുന്നത്താണ്. അത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ. വകൗനു മൻ യുദ്ഖിലുഹുൽ ഖബ്റ വിത്റാ, മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുന്ന ആളുകൾ വിത്റായിരിക്കൽ സുന്നത്താണ്. ഒറ്റയായിരിക്കാം, മൂന്നാള്. മനസ്സിലായോ? മൂന്നാളതിന്റെ ഒരു ഭാഗം. രണ്ടാള് ഇരട്ടിയാക്കി, രണ്ടാള് ഇറങ്ങുന്നതിനേക്കാൾ മൂന്നാള് നിൽക്കുക, അല്ലെങ്കിൽ അതിന് പറ്റില്ലെങ്കിൽ അഞ്ചാളും നിൽക്കുക. ഇങ്ങനെ വിത്റായി. മനസ്സിലായോ? ഒറ്റയാക്കി. ഇതൊക്കെ സുന്നത്താണ്. വലത് ഭാഗത്തിന്റെ മേൽ മയ്യത്തിനെ ചെരിച്ചു കിടത്തലും സുന്നത്താണ്. മയ്യത്തിന് വലത്തെ ഭാഗത്തേക്ക് ചെരിച്ചു കിടത്തുക. മയ്യത്തിന്റെ വലത്തെ കവിൾ മണ്ണിലേക്ക് ചേർത്ത് വെക്കലും സുന്നത്താണ്. മുഖം ഇത് കഫംപുട മാറ്റിയിട്ട് ഇത് മണ്ണിലേക്ക് ചേർത്ത് വെക്കുക. കഫംപുട പറഞ്ഞൊന്നും ഒഴിവാക്കിയിട്ട്. മയ്യത്തിന്റെ തലഭാഗത്ത് ഇഷ്ടിക പോലുള്ളത് ചിലയിടത്തൊക്കെ എന്ത് ചെയ്യും, ഖബറിന്റെ അവിടെ തന്നെ ചെറുതായിട്ടൊരു കട്ടിങ് ഉണ്ടാക്കും. തലന്റെ ഭാഗത്ത് ചെറിയൊരു കട്ടിങ്. മനസ്സിലായോ? സാധാരണ നമ്മളവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അവിടെ തലന്റെ ഭാഗത്ത് ചെറിയൊരു ഇങ്ങനെ കട്ടിങ് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അതൊക്കെ സുന്നത്താണ്. പിന്നെ മയ്യത്തിന്റെ മുൻഭാഗം, മുഖഭാഗം, അതേപോലെ ഈ ഫ്രണ്ട് ഭാഗം ചെരിച്ചല്ലേ കിടത്തുന്നത്. അപ്പൊ ഈ ഭാഗം ചുമരിനോട് ചേർത്തി വെക്കുക. ചെരിച്ച് കിടത്തുമ്പോ ഈ ഭാഗം മണ്ണിനോട് ചുമരിനോട് ചേർത്ത് വെക്കുക. പുറത്ത് ഇവിടെ സ്ഥലം ബാക്കി വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, അവിടെ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും വെക്കുക, അങ്ങോട്ട് മലർന്ന് കിടക്കാതിരിക്കാൻ വേണ്ടി. മനസ്സിലായോ? ചെറുതെന്തെങ്കിലും വെച്ചു കൊടുക്കുക. ഇങ്ങനെ കിടത്തൽ സുന്നത്താണ്. പിന്നെ മയ്യത്തിനെ മറവ് ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ, അതായത് ഖബറിന്റെ മണ്ണിൽ നിന്നാകലാണ് സുന്നത്ത്. ഖബർ കുഴിച്ച മണ്ണുണ്ടാവും, ആ മണ്ണിൽ നിന്ന് 3 പിടി മണ്ണ് ഖബറിലേക്ക് ഇടുക സുന്നത്താണ്. ആ മണ്ണിൽ നിന്ന്. അതെങ്ങനെ? ഒറ്റ കൈകൊണ്ടിട്ടാ പറ്റില്ല, ഒരു കൈകൊണ്ട് പോരിടില്ല, 2 കൈകൊണ്ട് പോരിടണം. നമ്മൾ ഈ ഗൾഫുകാര് നാട്ടിൽ ചെന്നിട്ട് ഓനെന്ത് ചെയ്യും, ആകെ 1.5 മാസത്തെ ലീവ് വന്നത്. ഓൻ മയ്യത്തിന്റെ ഒപ്പം പോവുകയാണെങ്കിലും നല്ല ടിപ്പിലേ പോവുള്ളൂ, ഗൾഫുകാരനല്ലേ. എന്നിട്ട് അവിടെ പോയിട്ട് പിന്നെ ഓനിത് മേത്തി കളിയാവൂന്നുള്ള പേടി. എന്നിട്ട് ഓൻ എന്ത് ചെയ്യാ, ഓങ്ങനെ വല്ല മറ്റേ ഗോതമ്പത്തിന്റെ മണി എടുക്കണ മാതിരി മണ്ണെടുത്തിട്ട് പേരിന് അങ്ങനെയൊന്നും ഇടാൻ പാടില്ല. അതൊന്നും അല്ല രൂപം. ശരിക്കും 2 കൈയോടും മണ്ണ് വാരെടുത്തിട്ട് മിൻഹാ ഖലഖനാകും അല്ലേ, ആദ്യത്തെ പിടിയിടുമ്പോ മിൻഹാ ഖലഖനാകും, രണ്ടാമത്തതിലോ വഫീഹാ നുഈദുകും, മൂന്നാമത്തതിൽ വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. മിൻഹാ ഖലഖനാകും,
ഇതിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നാം, മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുക്കും, അതിലേക്ക് നിങ്ങളെ നാം മടക്കുകയും ചെയ്തിരിക്കുന്നു, മടക്കുകയും ചെയ്യും. വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ, ഇതേ മണ്ണിൽ നിന്ന് നിങ്ങളെ മറ്റൊരവസരത്തിൽ നമ്മൾ പുനരുദ്ധാരണം നടത്തുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ ആയത്താണിത്, ആയത്തിന്റെ ഒരു ഭാഗം. ഇത് മൂന്ന് പിടിയിടുമ്പോഴും അവൻ പറഞ്ഞിരിക്കണം. ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലെ. ശരിക്കും ഇതിന്റെ കാശി ഉൾക്കൊണ്ടുകൊണ്ട് ഒരൊറ്റ ജനാസ പരിപാലനത്തിൽ പങ്കെടുത്താൽ മതി, അതോടുകൂടി ആള് നന്നായിട്ട്. നാളെ നമുക്കും വരാനുള്ളൊരു ബോധം ഉണ്ടാവില്ല. പിന്നെ വയുന്തബു അയ്ളന റഫഉൽ ഖബരി ശിബ്റ, ഖബർ ഒരു ചാൺ ഉയർത്തൽ സുന്നത്താണ്. ഖബർ ഒരു ചാൺ ഉയർത്തൽ സുന്നത്താണ്. വതസ്തീഹുഹു ഔലാ മിൻ തസ്നീമിഹി, തസ്നീമിനേക്കാൾ ഉത്തമം തസ്തീഹാണ്. ഫിഖിന്റെ തവളക്കാണ് തസ്തീഹ്, പരത്തുക. പരത്തുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കണം എന്താണെന്നറിയുന്നു, മണ്ണിനെ പോലെ ഉണ്ടാക്കുക. അങ്ങനെയല്ല. തസ്തീഹും തസ്നീമും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഖബർ ഒരു ചാൺ ഉയർത്തന്നെ വേണം. ഖബർ ഒരു ചാണ് ഉയർത്തുക. തസ്നീം എന്ന് പറഞ്ഞാലേ പിന്നെ അസ്നിമത്തിൽ മുഖ്ത് എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു ഹദീസ് കണ്ടില്ലേ, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അല്ലേ. തസ്നീം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ നിൽക്കുന്നത് പോലെ മോൾ ഭാഗം കൂർത്തു നിൽക്കുക. അപ്പൊ മണ്ണ് ഇങ്ങനെ കൂട്ടിയിടുമ്പോ മോൾ ഭാഗം ഇങ്ങനെ കൂർത്തു നിൽക്കുക. മനസ്സിലായോ? അതിനേക്കാൾ അഫ്ളൽ തസ്തീഹാണ്. എന്താ? മോൾ ഭാഗം കൂർപ്പിച്ചു നിർത്താറ്. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? മനസ്സിലായോ? അങ്ങനെ. അപ്പോ മണ്ണ് കൂട്ടിന്റെ ശേഷം എന്ത് ചെയ്യും? കൈക്കൂട്ടുണ്ട് ഒന്നിങ്ങനെ മോൾ ഭാഗം ഇതാക്കും അല്ലേ, എന്നിട്ടാണ് അവിടെ വെള്ളം ഒഴിക്കുക. അങ്ങനെ ചെയ്യും. ഇങ്ങനെ കൂർപ്പിച്ചു നിർത്തണില്ല അഫ്ളൽ തസ്ബീഹാണെന്നാ പറഞ്ഞത്. ഇതിന് ചില ആൾക്കാർ വിചാരിച്ചു വെച്ചെന്താ, ഭൂമിയോളം ഇങ്ങനെ പരത്തി വെക്കലാണ് അഫ്ളൽ കരുതിയേക്കാണ്. അങ്ങനെയല്ല. ഇതാണ് തസ്ബീഹും തസ്നീമും. തട്ട് പോലാക്കാണ് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ. സത്ഹ് തട്ട്, മനസ്സിലായോ? അങ്ങനെ നിരപ്പാക്കുക. അത് ഖബറ് മണ്ണിലോടെ നിരപ്പാക്കുക. ഖബർ ഒരു ചാൺ ഉയർത്തൽ സുന്നത്ത് തന്നെയാണ്. ഉയർത്തിയിട്ട് ആ മോൾഭാഗം കൂർപ്പിക്കണോ കൂർപ്പിക്കാതിരിക്കണോ എന്നുള്ളതാണ് ചർച്ച. അതാണ് തസ്നീമും തസ്ബീഹും. അവിടെ തസ്ബീഹാണ് അഫ്ളൽ മനസ്സിലാക്കണം. അതിന് മുന്നിൽ വെള്ളം കൊടയ അത് സുന്നത്ത. നല്ല തണുത്ത വെള്ളം, ശുദ്ധിയുള്ള വെള്ളം ഇരിക്കുക. പിന്നെ പച്ച ചെടി വല്ലതും കുത്തുക, ഇതൊക്കെ സുന്നത്തുകളാണ്. അതേപോലെ തന്നെ തലഭാഗത്തും കാലിന്റെ ഭാഗത്തും എന്തെങ്കിലും കല്ലോ അതുപോലുള്ള തത്തുല്യമായ മറ്റെന്തെങ്കിലും വെക്കുക. ഇത് ഖബറാണെന്നുള്ള അടയാളത്തിന് വേണ്ടി. ദഫ്ന് പൂർത്തിയായ ശേഷം ഒരു സാഹത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.25 മണിക്കൂറോളം വരും. മനസ്സിലായോ? അവിടെ നിൽക്കുക. എന്തിന്? മയ്യത്തിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടും തൽഖീൻ ചൊല്ലിക്കൊണ്ടും ദുആ ചെയ്തുകൊണ്ടും ഇതൊക്കെ ചെയ്യണം. മയ്യത്തിനെ ഖബറിൽ വെച്ച ശേഷം തസ്ബീഹ്, അത് കഴിഞ്ഞാൽ തൽഖീന്, പിന്നെ ദുആ, ഇതൊക്കെ ആയിട്ട് അവിടെ ഏകദേശം ഒരു സാഹത്ത് എന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂർ അവിടെ ആളുകൾ ഉണ്ടാവണം. ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. നിസ്കരിക്കാൻ വരെ ആളുകളൊക്കെ വരും. പള്ളിപ്പറമ്പക്ക് വരൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ അല്ലെ. ശരിക്ക് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് പിരിയണോന് ഒരു ഖിറാത്തുള്ളൂ. മറവ് ചെയ്ത് പിരിയണോന് 2 ഖിറാത്തുണ്ട് എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിന് ഞമ്മക്കുണ്ട് ഖിറാത്ത്. 2 ദിർഹമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ആളെ കിട്ടുമായിരുന്നു. നമുക്ക് ഖിറാത്ത് പറഞ്ഞിട്ട് നമുക്ക് ഇറക്കിയില്ല. ഖിറാത്ത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആഖിറത്തിൽ വിലമതിക്കാനാവാത്ത സമ്പാദ്യമായിരിക്കും നമുക്ക് ഖിറാത്ത്. എന്താ പണി? ഒരു പണിയില്ല. എന്താ പണി? മരിച്ച ഒരാളെ കൊണ്ടുപോകുക, അയാൾ വരുമോ നിസ്കരിച്ചു കൊടുക്കുക, അയാളെ കൊണ്ടുവന്ന് മറവ് ചെയ്ത് പോവുക. 2 ഖിറാത്ത്. ഈ 2 ഖിറാത്ത് ഉണ്ട് തന്നെ അറിയാത്ത ആളുകളാണ് 90% മയ്യത്തിന്റെ കൂടെ ഉണ്ടാവുക. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാ നിൽക്കുകയാണ് അവനെന്ത്
ഓന്റെ കാര്യങ്ങളിലേക്ക് തിരിയാൻ. ഞങ്ങളുടെ സ്വകാര്യമായിട്ട് അടുത്ത ആൾക്കാരാണെങ്കിൽ സ്വകാര്യമായിട്ട് വന്നിട്ട് ഉറ്റ ആൾക്കാരും മകനോട് അല്ലെങ്കിൽ വാപ്പാനോട് വന്നിട്ട് എന്താ ചെയ്യാ പറയാ, ഞാൻ വരണം കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, പോവാൻ എന്താ കുഴപ്പമുണ്ടെന്ന് പറയും. ഇല്ലല്ലോ, എന്നിട്ട് തടിയിരിക്കോട് പോയി. അതൊക്കെ ഒഴിവാക്കണം. എന്ത് നാളെ നമ്മളെ കൂടെ ആൾക്കാർ വരണമെങ്കിൽ ആളുകളെ കൂടെ നമ്മൾ പോയി കൊടുക്കണം. അങ്ങോട്ട് ചെയ്യുന്നതേ തിരിച്ചു കിട്ടുള്ളൂ. എല്ലാ കാര്യവും അങ്ങനെയല്ലേ. സ്നേഹിച്ചാൽ സ്നേഹിക്കപ്പെടും എന്ന് പറയാറുണ്ട്. നമ്മൾ വേറുള്ളവരെ സ്നേഹിക്കുമ്പോഴേ നമുക്ക് സ്നേഹം തിരിച്ചിട്ടുള്ളൂ. നമ്മക്കാരും സ്നേഹിക്കാൻ പറ്റില്ല, എല്ലാവരും നമ്മളെ സ്നേഹിക്കണം. നമ്മളെല്ലാരോടും ഇങ്ങനെ കടിച്ചു കുറച്ചിട്ടായിരിക്കും നമ്മളെ തറസീൽ നമ്മളെ താഴൂല. ആൾക്കാരെല്ലാവരും ഇന്നെ സ്നേഹിക്കും വേണം. ഇതെങ്ങനെ നടക്കുമോ? നടക്കൂല. അത് ഇവിടെയൊക്കെ ബാധക. മറ്റുള്ള ആളുകളുടെ ജനാസ പരിപാലനങ്ങളിലും മറ്റും സജീവമായി പങ്കെടുക്കുന്ന ആളുകളുടെ ജനാസന്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. ആ സമയത്ത് പിന്നെ നമ്പറിളക്കി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വഹിക്കുമ്പോൾ നമ്പറിളക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും. ആളുകൾ ഒരുപാട് ഉണ്ടാവണം ജനാസന്റെ കൂടെ. അതൊക്കെ നല്ലതാണ്. പിന്നെ ഇവിടെ ചെറിയൊരു വിഷയം, ഇപ്പൊ ഖബറിന് ഒരു ചാൺ ഉയർത്തൽ സുന്നത്താണ് എന്ന് പറയും അല്ലേ? പിന്നെ ഇപ്പൊ നമ്മൾ കുറെ ഖബർ ഉയർത്തിയിട്ടുണ്ട്. ഒരു ചാൺ ഉയർത്തലാണ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉയർത്തിയ ഖബറുകളൊക്കെ പിന്നെ എന്താ ചെയ്യാനാ? അവിടെ നമ്മളൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചർച്ചകളൊക്കെ പൊതുവായി എല്ലാ ഖബറുകളെ കുറിച്ചുമാണ്. എല്ലാ ഖബറുകളെ കുറിച്ചുമാണ്. അല്ലാതെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഖബറിനെ കുറിച്ചല്ല. പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മിൽ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയാം. ഇമാം ശാഫിഈ തങ്ങൾ ഉമ്മിൽ പറഞ്ഞിട്ടുണ്ടെന്ന്, മക്കയിൽ ഞാൻ ചെന്നപ്പോൾ അവിടെയുള്ള ഖബറുകളൊക്കെ അധികാരികൾ ഇടിച്ചു നിരപ്പാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെയുള്ള ഫുഖഹ ആരും അതിനെ തടയുന്നത് ഞാൻ കണ്ടിട്ടില്ല, ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് പറഞ്ഞിട്ട് അവിടെ അത് ജനങ്ങളടിയിൽ പ്രചരിപ്പിക്കാം. ഇത് പറഞ്ഞിട്ട് എന്താണ് ഇമാം ശാഫിഈ തങ്ങൾ തൊട്ടുടനെ ഒരു പേജും അറിയാല്ല, ഒന്നുമില്ല, ഒരു വരിയും കൂടുതലല്ല, ഇതിന്റെ ബാക്കി എന്താ പറയണമെന്നറിയോ? ഖബറുകൾ ഈ പറഞ്ഞത് മുസബ്ബലായ സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ പൊതുവായ സ്ഥലങ്ങളിൽ ഉണ്ടാക്കപ്പെട്ട ബിനാകൾ, ഖബറുണ്ടാക്കിയ എടുപ്പുകൾ, അതാണ് പൊളിക്കുകയാണെങ്കിൽ പൊളിക്കേണ്ടത്. അല്ലാതെ എല്ലാ ഖബറും പൊളിക്കണം എന്നല്ല ഇതുകൊണ്ട് പറഞ്ഞത് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒട്ടുടനെ പറയുന്നുണ്ട്. അത് പറയില്ല. ഞാൻ ഈ അടുത്തൊരു പുസ്തകം, എന്റെ കയ്യിലുണ്ട്. ആ പുസ്തകം അതില് കേരളത്തിലുള്ള ഒരു ബിദഈ പണ്ഡിതന്റെ പുസ്തകമാണ്. അതിൽ ഈ വിഷയം പറയണ ഇവിടെ വെച്ചിട്ട് മുറിച്ചിട്ട് അത് പ്രചരിപ്പിച്ച് എഴുതി വെച്ചിട്ടുണ്ടായില്ല. എന്നാൽ ഇമാം ശാഫിഈ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു മുഴുവൻ പറയണം. പകുതി കട്ടും മുറിച്ചും പറയുന്നത് ജൂത പണ്ഡിതന്മാരുടെ സ്വഭാവമാണ്. അത് മുസ്ലിം പറഞ്ഞല്ല, മുഴുവൻ പറയണം. മുസബ്ബലായ സ്ഥലങ്ങളിൽ ഖബറ് കെട്ടിപ്പൊക്കാൻ പാടില്ല. പൊതുവായ സ്ഥലങ്ങളിൽ പൊതുവായി എല്ലാ ആളുകളുടെയും ഖബറുകൾ വ്യാപകമായി കെട്ടിപ്പൊക്കൽ ഹറാമാണ്. ഇതാണ് ശാഫിഈ മദ്ഹബ്. ഫുഖഹ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മളെല്ലാ മഖബറിലും ഖബർ നിരന്തരം എല്ലാവരും കെട്ടിപ്പൊക്കുന്നുണ്ടോ? ഉണ്ടോ അല്ലേ? ഉണ്ടെങ്കിൽ ഇപ്പൊ ഇനി ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുപോയി കടലിലെറിയേണ്ടിയിരുന്നു. അതിന് മാത്രം ഖബറിന് മാത്രം ഉണ്ടാവും, സ്ഥലം ഉണ്ടാവും എവിടെയെങ്കിലും. അപ്പൊ പൊതുവായി എല്ലാ ഖബറുകളും നമ്മൾ കെട്ടിപ്പൊക്കുന്നില്ല. ഖബറുകൾ കെട്ടി ഉയർത്തുന്നത് രണ്ട് രീതിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ലഅനല്ലാഹുൽ യഹൂദ, ജൂതന്മാരെ അല്ലാഹു തആല ശപിച്ചു. കാരണം എന്താ? ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ, അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. അതുകൊണ്ട് അല്ലാഹു അവരെ ശപിച്ചു. ഈ ഹദീസ് ഓതിയിട്ടാണ് സുന്നികൾ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറുകൾ കെട്ടിപ്പൊക്കിയതിനെതിരെ ഓതാറുള്ളത് അല്ലെ? സത്യത്തിൽ എന്താണ് ഈ ഹദീസ്? ജൂതന്മാര് ചെയ്തതുപോലെയാണോ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്?
മസാജിദ് ആക്കി അവരെന്നാ പറഞ്ഞു റസൂൽ. അതുകൊണ്ടാണ് അവരെ ശപിച്ചത്. മസാജിദ് എന്ന് പറഞ്ഞാൽ എന്താ? പള്ളികളാക്കിയില്ല. ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മഹാന്മാരായ ഫുഖഹായി ചർച്ച നടത്തി. ഖബറിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കാൻ പാടില്ല. ഖബറിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കാൻ പാടുണ്ടോ? നമ്മൾ മക്കബറിന്റെ അടുത്ത് വേറൊരു പള്ളിന്ന് ആവശ്യമില്ലല്ലോ, ഇതന്നെ മതിയെന്നല്ലോ. എന്തേ? അവിടെ നിസ്കരിക്കാൻ പാടില്ല. ഖബറിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കൽ ഹറാമാണ്, കറാഹത്താണ് സാഹചര്യത്തിനനുസരിച്ച് എന്നൊക്കെ ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. പാടില്ല. നമ്മളാരും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമല്ല. ജൂതന്മാരങ്ങനെയല്ല. ജൂതന്മാർ അത് മസ്ജിദുകളാക്കി അവിടെ വെച്ച് നിസ്കരിക്കാനും അവിടെ വെച്ച് ഇബാദത്ത് ചെയ്യാനും തുടങ്ങി. ആർക്ക്? ഇവർക്ക്. അതാണ് അവർക്ക് ശാപമുണ്ടായത്. അല്ലാതെ അവര് അമ്പിയാക്കളെ ഖബറ് അടയാളപ്പെടുത്തി സിയാറത്തിന് പോയതല്ല അവർ ചെയ്ത പ്രശ്നം. അവർ മസ്ജിദുകളാക്കിയാണ് ചെയ്തത്. മുസല്ലയാക്കിന ഹദീസിന്റെ എല്ലാ മുഹദ്ദിസീങ്ങളും അർത്ഥം കൊടുത്തത് മുസല്ലയാക്കി. നമ്മൾ മുസല്ലയാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ഹദീസിന്റെ ഓതുക, എന്നിട്ട് അർത്ഥം ചെയ്യാ, ഖബർമ കെട്ടിണ്ടാക്കിയത് എന്നാണ് പറയും ചെയ്യാ. ഞമ്മക്ക് ഇത് രണ്ടും അറിയില്ലല്ലോ, രണ്ടും പഠിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ആകെ വിശ്വാസമായി ഇങ്ങനെ മേപ്പോട്ട് പോയി കിടക്കും. ഒരുപാട് ഹദീസുകൾ. അതേപോലെ തന്നെ ഖബറിന്റെ മുകളിൽ ബിനാ ഉണ്ടാക്കുന്നത്, കുബ്ബയുണ്ടാക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ വിലക്കി. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുബ്നൽ ഖുബൂറു ഔ യുജസ്സസ എന്നൊക്കെ ഹദീസിൽ കാണാം. ഖബറിൽ ബിനാ ഉണ്ടാക്കുന്ന റസൂലുള്ള വിലക്കി. എടുപ്പുണ്ടാക്കുക, കുബ്ബകൾ ഉണ്ടാക്കുന്നതിന് വിലക്കിയിരുന്നു. ഇത് പറഞ്ഞ ആളുടെ ഖബറിന്റെ മുകളിൽ എന്തുണ്ട്? കുബ്ബല്ലേ? അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബല്ലേ? എടുപ്പൂല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചർച്ചയാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഖബറിന്മേൽ ബിനാ ഉണ്ടാക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഖബറിന്റെ അടുത്തുനിന്ന് ഒരു 3 അടി വീതി അല്ലെ, ആ ഖബറിന്റെ ആ വലുപ്പത്തിനനുസരിച്ച് പലക കൊണ്ടോ അല്ലെങ്കിൽ സിമെന്റ് കൊണ്ടോ എന്ത് ചെയ്യും, ഒരു എടുപ്പുണ്ടാക്കും. അതല്ലെങ്കിൽ ഖബറ് നിർത്തിയിട്ട് ഖബറിന്റെ ചുറ്റുഭാഗവും ഒരു റൂം പോലെ, ഇതുപോലെ പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഖബറിട്ടില്ലേ? നാട്ടിൽ പോയൊന്ന് സിയാറത്തിനൊക്കെ പോയി നോക്കണേ. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഖബർ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ്. ആ രൂപത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുള്ളത്. റസൂലുള്ളാഹി തങ്ങളുടെ ഖബറും സിദ്ദീഖ് തങ്ങളുടെ ഖബറും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും, ഈ 3 ഖബറുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ബിൽഡിംഗ് അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ബിനാ ഉണ്ടാക്കാൻ പാടില്ല എന്നാണെങ്കിൽ അതും കൊള്ളും. ഖബറിന്റെ ബിനാ ഉണ്ടാക്കരുതെന്നാണെങ്കിൽ അതും കൊള്ളും. ഇതാരുണ്ടാക്കിയതാ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിനാ ഉണ്ടാക്കാൻ പാടില്ല, ഖബറിന്റെ മുകളിൽ വൈത്ത് ബിനാ ഒക്കെ ഉണ്ടാക്കുന്നത് വിലക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ കേട്ട സ്വഹാബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ബിനാഇന്റെ ഉള്ളിൽ മറവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിനാ ഏത് ബിനാ അല്ല? മുസ്ലിമീങ്ങൾ ഉണ്ടാക്കുന്ന ബിനാഇനെ കുറിച്ചല്ല, പിന്നെ ജൂതന്മാരുണ്ടാക്കിയ ആ ബിനാഉം അതുപോലെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കപ്പെടുന്ന ബിനാകളുമാണ്. ഇല്ലെങ്കിൽ സ്വഹാബികൾ ഇത് ചെയ്യുവോ? ആയിഷ ബീവിന്റെ വീടായിരുന്നത് സഫറുള്ള തട്ടുള്ള ബിനാ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മസ്ജിദുൻ നബവി പുനരുദ്ധാരണം നടത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ റൗള ശരീഫ് നിൽക്കുന്നത് മസ്ജിദുൻ നബവിയുടെ പള്ളിന്റെ ഉൾഭാഗമല്ല, അത് ആയിഷയുടെ വീടാണ്. പുനരുദ്ധാരണം നടത്തിയ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ ചുറ്റുഭാഗവും ഉണ്ടായിരുന്ന, സിദ്ദീഖ് തങ്ങളുടെയും ഉമർ തങ്ങളുടെയും ഖബറിന്റെ ചുറ്റുഭാഗം ഉണ്ടായിരുന്ന ദ്രവിച്ചു പോയിരുന്ന ആ എടുപ്പിനെ പൊളിച്ച് സുന്ദരമായ എടുപ്പ് ഉണ്ടാക്കി. ഈ ഹദീസ് ആരും കേട്ടിട്ടുണ്ടല്ലോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പള്ളി മാത്രം നന്നാക്കിയാൽ മതി, അത് ഖബറിന്റെ മുകളിൽ ബിനാ ഉണ്ടാക്കി റസൂലുള്ളാഹി വിലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കുക
അത് വേണ്ട എന്ന് പറയല്ലേ ചെയ്തത്. ഇനി നേരത്തെ ഉണ്ടാക്കിയത് അത് വീടായതുകൊണ്ട് കിടന്നതാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അത് പൊളിഞ്ഞായ പിന്നെന്തിനാ ഉസ്മാൻ എന്നവരുണ്ടാക്കിയത്? അപ്പൊ ഈ ഹദീസ് അവർക്ക് മനസ്സിലായിട്ടില്ല. കാലങ്ങളോളം ഇന്നുള്ളവരും അല്ലേ മസ്ജിദുൽ നബവി പുനരുദ്ധാരണം ഉണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുത്തുനബിന്റെ ഖബറിന്റെ അവിടെയും പുനരുദ്ധാരണം നടത്തും. അപ്പോൾ ആ ബിനാ ഈ ബിനാ അല്ല, ഇതൊരു ബിനാ ഉണ്ടാക്കുന്ന രൂപ. പല ഖബറുകളും നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. ചില ശുഹദാക്കളുടെ ഖബറുകളൊക്കെ അങ്ങനെയാണ്. 3-4 ആളുകളുടെ ഖബർ ഒന്നായിട്ടുണ്ടാവുമ്പോൾ ഒരൊറ്റ ആളെ ഖബറാകുമ്പോൾ പിന്നെ അത്ര വലിയതിന്റെ ആവശ്യമില്ല, ചെറുതുണ്ടാകും. ഇത് നമ്മൾ പറഞ്ഞതല്ല, മഹാന്മാരായ ഫുഖഹാ ഈ ഹദീസുകൾ മുഴുവനും എടുത്തു വെച്ച് ചർച്ച ചെയ്തു. ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി വായിക്കാൻ കഴിയും. മുസബ്ബലായ സ്ഥലത്ത്, പൊതുവായ സ്ഥലത്ത് സാധാരണക്കാരായ മുഴുവൻ ആളുകളുടെയും ഖബറുകൾ കെട്ടിയുണ്ടാക്കലിനെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് കൊണ്ട് വിലക്കാൻ പറ്റുന്നത്. അത് ഹറാമാണ് എന്നാണ് ഫുഖഹാ ചർച്ച നടത്തിയത്. മാത്രമല്ല, മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്റെ ഫതാവൽ കുബ്ര എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഇതിനുള്ള ദലീൽ സഹിതം പറയുന്നുണ്ട്. മാത്രമല്ല, മഹാനവറുകൾ പറഞ്ഞു, ഈ ഖബറുകളുടെ മുകളിൽ എടുപ്പുണ്ടാക്കുന്നതിൽ നിന്ന് അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും അതായത് ഔലിയാക്കളുടെയും ഖബറുകളെ ഇസ്തസ്ന ചെയ്തിരിക്കുന്നു, മാറ്റി നിർത്തിയിരിക്കുന്നു. അത് ഇതിൽപ്പെടൂല. അത് പൊതുവായ സ്ഥലത്താണെങ്കിൽ പോലും. മനസ്സിലായോ? സാധാരണ സ്ഥലത്ത് ഇപ്പൊ എന്റെ അവകാശപ്പെട്ട എന്റെ ഭൂമിയിൽ എന്റെ ഖബറ് ഞാൻ സാധാരണക്കാരനായ ഒരാളായ എന്റെ ഖബറിന്മേൽ എടുപ്പുണ്ടാക്കൽ കറാഹത്ത. ഇത് മനസ്സിലാക്കണം. ശിർക്കും കുഫറൊന്നുമല്ല അവിടെ. എന്റെ ഭൂമിയിൽ എന്റെ അധികാരപ്പെട്ട എന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ സാധാരണക്കാരനായ എന്റെ ഖബർ അവിടെ മറവ് ചെയ്തു. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ബിനാ ഉണ്ടാക്കിയാൽ അത് ഹറാമും ശിർക്കും കുഫറൊന്നും അല്ല. അതെന്താ? കറാഹത്താണ്. പൊളിക്കാൻ പറഞ്ഞത് ഏതാണ്? പൊതു മുസബ്ബലായ സ്ഥലത്തുള്ളതുകൊണ്ടാണ്. ഇമാം ശാഫിഈ തങ്ങളിന് കാരണം പറഞ്ഞാ അത് ഖബർ പിന്നെ വരുന്ന ആളുകൾക്ക് ഖബർ കുഴിക്കാൻ സ്ഥലം ഉണ്ടാവൂല, കുടുസായി പോകും. അതുകൊണ്ടാണ് അത് പൊളിക്കാൻ പറഞ്ഞതെന്നാ പറഞ്ഞു. അല്ലാതെ ശിർക്കായതുകൊണ്ട് പൊളിക്കാൻ പറഞ്ഞല്ല. ഇമാമിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി. അവിടെ എന്നാ പോരെ. ലോകത്ത് നിങ്ങൾ നോക്ക്, ചില ആൾക്കാരെ പ്രസംഗം ഭാഗം കേട്ടാൽ കേരളത്തിൽ സമസ്തന്റെ അണ്ടറിലുള്ള സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഖബർ അല്ലേ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നാ തോന്നാം. ലോകത്ത് ഖബറുകൾ, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറുകൾ ലോകത്ത് മുഴുവനും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചെറിയ രൂപത്തിൽ. അത് ഇപ്പറഞ്ഞ ബിനാ അല്ല. അത് മനസ്സിലാക്കാത്തോണ്ടാണ്. അല്ലെങ്കിൽ മക്കാ മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞത് സുന്നികളെ ഞാൻ ഓതുന്ന ആൾക്കാരല്ല ഇപ്പൊ ഈ പറയണത്. അത്രേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എല്ലാ കാര്യവും അങ്ങനെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കെട്ടി ഉയർത്തപ്പെട്ട അവസ്ഥയിലാണ്. ഹബീബായ നബി തങ്ങളുടെ ഖബറിന്റെ ചുറ്റുഭാഗവും ബിനാ ഉണ്ട്. സ്വഹാബികളിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നടത്തിയ നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അവര് തന്നെ അവകാശപ്പെടുന്ന അവരുടെ ഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജസീറത്തുൽ അറബിൽ നടത്തിയ രക്തരൂക്ഷിതമായ അക്രമങ്ങളുടെ കഥ വിവരിക്കുന്നിടത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്റെ കൈകൊണ്ട് പിക്കാസ് രാജാവിന്റെ കയ്യിൽ നിന്നും പിക്കാസ് വാങ്ങിയിട്ട് കുത്തിപ്പൊളിച്ച സംഭവം വിവരിക്കുന്നുണ്ട്. മനസ്സിലായോ? അന്നത്തെ ഭരണാധികാരി, അന്ന് ജസീറത്തുൽ അറബ് വലിയൊരു കഥയാണ്. ജസീറത്തുൽ അറബ് കുറെ നാട്ടുരാജാക്കന്മാരെ കസ്റ്റഡിയിലാണ്. ഇന്നത്തെ സൗദി അറേബ്യ വരുന്നതിന് മുമ്പ് നജിദിൽ വേറെ രാജാവ്, മക്കയിൽ വേറെ ഭരണാധികാരി, മദീനത്ത് ഇങ്ങനെ ഓരോ അങ്ങനത്തെ ഒരു സംവിധാനമാണ് ജസീറത്തുൽ അറബ്. അവിടെയാണ് ഇയാൾ കളിച്ചത്. എന്നിട്ട് ഇയാളൊരു ഉസ്മാൻ എന്ന് പറയുന്ന ഭരണാധികാരിയും കൊണ്ട് പിന്നെ സുന്നികളായ ആളുകൾ മുശ്രിക്കീങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവരോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയതാണ്. ആ കൂട്ടത്തിൽ മഹാനായ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മഖ്ബർ വിളിക്കാൻ പോയതാ. അന്ന് അവിടുത്തെ ആളുകൾ തടഞ്ഞു. അങ്ങനെ രാജാവ് തന്റെ സൈന്യത്തെ ഉപയോഗിച്ച് ആളുകളെ തുരത്തി. ഖബർ പൊളിക്കാൻ ഒരുങ്ങിയ സമയത്ത് രാജാവിന് പേടി.
ഇയാൾക്ക് മനസ്സ് വരുന്നില്ല. അപ്പോ അബ്ദുൽ വഹാബ് അവസാനം വികാസിന് വാങ്ങി മൂപ്പര കൈകൊണ്ടാണ് കൊത്തി. അതാണ് മൂപ്പര ദഅവത്തിന്റെ തുടക്കം. എന്ന് എന്താ പറയുന്ന അർത്ഥം? 1111 മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിക്കുന്നത്. അതുവരെ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ പറഞ്ഞുവാനുള്ള ദിനാറുണ്ട് അല്ലേ? ഒരു ലോക മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇരുന്ന് നടന്നു പോകുന്ന സംസ്കാരമാണ്. മക്കയിലും മദീനയിലുമുള്ള നിരവധി മക്ബറകൾ പൊളിച്ചിടിച്ച് നിരപ്പാക്കിയ കഥ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അതുവരെ അവിടെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് വലിയൊരു അധികം കൂടിയാടുന്നില്ല അല്ലെ ഇങ്ങനത്തെ കർമ്മങ്ങളിലും. اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم جاف القبر عن جنبيه اللهم اغفر له وارحمه اللهم آمنه من كل الفزع. എന്താണ് തസ്ബീഹ്? اللهم അല്ലാഹുവേ സബ്ബിതുഹു ഇവൻ ഈ മയ്യിത്തിന് നീ സ്ഥൈര്യം നൽകണം. ഇൻദ സുആൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ മയ്യിത്തിന് നീ സ്ഥൈര്യം നൽകണം, ദൃഢത നൽകണം, സുബൂത്ത് നൽകണം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് ഈ മയ്യിത്തിന് നീ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ജവാബിനെ ഇൽഹാമായി തോന്നിപ്പിച്ചു കൊടുക്കണം. മറുപടി പറയാൻ കഴിയൂ, തോന്നിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി ഈ മയ്യിത്തിന്റെ രണ്ട് ഭാഗത്തെ തൊട്ടും ഖബറിനെ നീ അകറ്റി നിർത്തണം. ഖബറിനെ അകറ്റുക, ഖബറിനെ കുടുസാക്കരുത് എന്നർത്ഥം. ജാഫിൽ ഖബ്റ അൻ ജംബൈഹി അല്ലാഹുമ്മ ഗുഫിർ ലഹു വറഹംഹു ഈ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണം, കരുണ ചെയ്യണം. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ എല്ലാ ഫസഅ എന്ന് പറഞ്ഞാൽ ഭയാനകത എന്നാണ് അർത്ഥം. വെപ്രാളം എന്നൊക്കെ പറയില്ലേ? എല്ലാ ഭയാനകതയിൽ നിന്നും വെപ്രാളങ്ങളിൽ നിന്നും പേടിയിൽ നിന്നും ഈ മയ്യത്തിന് നീ സുരക്ഷിതത്വം നൽകണം, അമ്ന് നൽകണം. ഇതാണ് തസ്ബീഹ്. ഇത് മയ്യത്തിന് മുകളിൽ മൂടുകല്ല് വെച്ച് മണ്ണിടാൻ തുടങ്ങിയില്ലേ? കൈ കൊണ്ട് മണ്ണിടാൻ തുടങ്ങിയ ആ സമയം മുതൽ തസ്ബീഹ് ചൊല്ലണം. ഒരാൾ ചൊല്ലിക്കൊടുക്കലാണ് നമ്മുടെ നാട്ടിലൊക്കെ. ചെല്ലാൻ അറിയാത്ത ആളുകൾ ഉള്ളതുകൊണ്ടാണത്. എങ്ങനെയെങ്കിലും ആയിട്ട് അത് ചൊല്ലുക. പിന്നെ തെൽക്കൈൻ ചൊല്ലുന്ന ആളുകൾ മയ്യത്തിന്റെ തലയുടെ ഭാഗത്തേക്ക്, മുഖത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ കിബിലക്ക് നേരെ ഓപ്പോസിറ്റ് ആവാം അല്ലെ? മയ്യത്തിന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുക. തെൽക്കീൻ ചൊല്ലാൻ ഏറ്റവും നല്ലതാരാ? ഷഹീദാണെങ്കിലും തെൽക്കീൻ വേണം. പ്രായപൂർത്തിയായ കുട്ടികൾക്കാണ്, ആളുകൾക്കാണ് തെൽക്കീൻ ചൊല്ലി കൊടുക്കേണ്ടത്. ബാല്യമല്ലാത്ത ആൾക്ക് തെൽക്കീൻ ചൊല്ലി കൊടുക്കുന്നതില്ല. മനസ്സിലായോ? പ്രായപൂർത്തി ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് വേണ്ട? തെൽക്കീൻ ചൊല്ലി കൊടുക്കേണ്ടതില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ മസാലയാണ്. ഇതൊക്കെ പല ചിലപ്പോ മൂല്യമാർക്ക് അതൊന്നും അറിയാതൊക്കെയുണ്ട്. ഇതൊക്കെ എന്റെ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്നത് അവിടെ ഇതേപോലെ ചെറിയൊരു കുട്ടി 2 വയസ്സായിട്ടുള്ളൂ, മരിച്ചു. അങ്ങനെ മറവ് ചെയ്തപ്പോ തെൽക്കീന് ചെല്ലാൻ വേണ്ടി ആൾക്കാർക്ക് അറിയില്ലല്ലോ, തെൽക്കീൻ ചെല്ലാൻ വിളിച്ചു. അപ്പൊ ഒപ്പം പറഞ്ഞ് കുട്ടിയല്ലേ, ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അത് തെൽക്കീനൊന്നും ആവശ്യമില്ലാന്നാ. അത് തെൽക്കീനൊന്നും ആവശ്യമില്ലാന്നാണ്. അപ്പൊ ഇവരെ ചേരണ്ട, മൂല്യര് മടിച്ചിട്ട് വരാതൊക്കെയാണ് ആൾക്കാരെ ചേരാൻ. അപ്പൊ അവിടെ കാര്യപ്പെട്ടൊരു മൂല്യര് എന്നും പറഞ്ഞു നടക്കുന്നൊരു മൂല്യരുണ്ടായിരുന്നു. ഏതായാലും നമ്മളെ വകുപ്പല്ല. മൂപ്പര് ഉഷാറായിട്ട് തെൽക്കീനൊക്കെ ചൊല്ലിക്കൊടുത്തു. തെൽക്കീൻ ചൊല്ലിക്കൊടുത്താൽ നേരെ മൂല്യര് റൂമിൽ ചോദ്യം ചെയ്യാൻ വന്നു. എന്താ തെൽക്കീൻ ചെല്ലണ്ടെന്ന്. അപ്പൊ ഉപ്പം 10 എടുത്താണ്, നിങ്ങളത് കണ്ടിട്ടില്ലേ ചോദിച്ചു.
അതിലാകെ വയന്നു പോയതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാത്ത കുറെ ആൾക്കാർ മൂല്യന്മാരെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് തെൽക്കീൻ ചൊല്ലി കൊടുക്കേണ്ടതില്ല. ബാല്യകായ ആളുകൾക്കാണ്, ഉലൂഹായ ആളുകൾക്കാണ് തെൽക്കീൻ സുന്നത്ത്. തെൽക്കീനെ ചില ആളുകൾ പരിഹസിക്കാറുണ്ട്, അല്ലെ? തെൽക്കീൻ വേണ്ട, തസ്ബീത്ത് അവർക്ക് ഓക്കെയാണ്. സത്യത്തിൽ തെൽക്കീനാണ് ഹദീസുകളൊക്കെ കാണാൻ ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. തെൽക്കീനെ കുറിച്ച് വന്ന ഹദീസ് ലഈഫാണ് എന്നാ അവരുടെ പരാതി. ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറയാത്തത് എന്നല്ല അർത്ഥം. ആ ഹദീസിനെ കൈകാര്യം ചെയ്ത് വന്ന കൂട്ടത്തിൽ ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാ. ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പ്രശ്നങ്ങളൊന്നുമല്ല. ഹദീസ് വൈഫാകാനുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയോ? ഇപ്പൊ ഹദീസ് ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് വൈഫാണ്, അത് വൈഫാ കള്ള ഹദീസാപ്പൊ തെളിവ് എന്നാ പറയാ, അല്ലേ? ഒരു ലാഘവത്തോടുകൂടെ ഒരു പേടിയില്ലാതെ പറയും. സത്യത്തിൽ ഒരു ഹദീസ് ലഈഫാകുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കരുത്. ഈ ഹദീസ് കൈകാര്യം ചെയ്ത ആളുകളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോ പ്രായം ചെന്ന സമയത്ത് മനുഷ്യനുണ്ടാവും ഒരു ഓർമ്മക്കുറവ്. മനസ്സിലായോ? പ്രായം കൂടുമ്പോൾ ഓർമ്മക്കുറവുണ്ടാവും. ഇങ്ങനെ ഓർമ്മക്കുറവുള്ള ഒരാള് ആ ഹദീസിന്റെ സനദുണ്ടെങ്കിൽ അയാൾ അതിന്റെ അർത്ഥം അയാൾ മോശക്കാരനാണെന്നല്ല. അയാൾ പ്രായം 19 വയസ്സ് കഴിഞ്ഞപ്പോ അയാൾ കുറച്ച് ഓർമ്മക്കുറവുണ്ടായിരുന്നു. അയാൾ വലിയ ആലിമാണ്, ഹദീസ് ഉഷാറായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആൾ തന്നെയാണ്, ഒക്കെയാണ്. പക്ഷെ പ്രായം ചെന്ന സമയത്ത് ചെറിയൊരു ഓർമ്മക്കുറവുണ്ടായിരുന്നു. ഇതാണ് ഇപ്പൊ ആൾക്കുള്ള കംപ്ലൈന്റ്. എന്നാ പിന്നെ ഹദീസിന്റെ സനദിൽ ഇന്ന ആളുണ്ട്, അതുകൊണ്ട് ഹദീസിന്റെ സനദ് ലഈഫാന്നൊക്കെ പറയും. മനസ്സിലായോ? അതിന്റെ അർത്ഥം ഇത് റസൂലുള്ളാഹി പറയാത്തതെന്നല്ല. ആ ഹദീസ് കൈകാര്യം ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തില് ഒരാൾക്ക് പ്രായം ചെന്ന സമയത്ത് കുറച്ച് ഓർമ്മക്കുറവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സൂക്ഷ്മതയാണത്. റസൂലുള്ളാഹി തങ്ങളുടെ മേൽ പറയുന്ന ഒരു കാര്യമല്ലേ, അപ്പൊ അതിലുള്ള സൂക്ഷ്മതയാണ്. എന്നാൽ ഫുഖഹാ, മഹാന്മാരായ ഇമാമിയങ്ങൾ എല്ലാവരും വളരെ വിശദമായി സംസാരിച്ചൊരു സംഗതിയാണ് ഫളായിലുൽ അഅ്മാലിന് ഒരു അമലിന്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കാൻ ലഈഫായ ഹദീസായാലും വിരോധമില്ല എന്ന്. മനസ്സിലായോ? അതുകൊണ്ട് തൽഖീനെ കുറിച്ച് ഒന്നും പറയാൻ ആർക്കും അവകാശമില്ല. ഹദീസ് ലഈഫാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു അമൽ തള്ളിക്കളയാൻ പറ്റില്ല. അതൊക്കെ ദീനറിയാത്തത് കൊണ്ടാണ്. ദീനറിയാത്തത് കൊണ്ട് പുറം പാത്രം കണ്ടിങ്ങനെ പരിഭാഷന്റെ പിന്നാലെ നടക്കണോണ്ടാ. ദീനിന്റെ ഇസ്തിലാഹാത്തുകളും ഉസൂലുകളും മനസ്സിലാക്കാത്തത് കൊണ്ട് വരുന്ന അബദ്ധങ്ങളാണ്. അതിലൊന്നും ആയാതിക്കേടിയിലൊന്നും പടരുത്. ഇമാമിങ്ങൾ ഇവിടെ പറഞ്ഞു പോകാത്ത കാര്യം എന്താ ഉള്ളത്? അവരുടെ നിൽക്കുക, അതാണ് ദീൻ. തൽഖീൻ ചൊല്ലുന്ന ആളുകൾ മയ്യത്തിന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് അഭിമുഖമായി ഇരിക്കണം. മയ്യത്തിന്റെ ജനാസ കർമ്മത്തിൽ പങ്കെടുത്ത ആളുകളും അവിടെ നിൽക്കണം. തൽഖീനിന്റെ പല രൂപങ്ങളുണ്ട്. തൽഖീനിന്റെ നമ്മളെ മറ്റേ ഈ മൗലിദിന്റെ ഏടിലൊക്കെ ഉണ്ടാവും ചിലപ്പോ തൽഖീൻ, ഇല്ലേ? അതിലുണ്ടാവും. അതൊക്കെ എടുത്ത് നോക്കേണ്ടി. തൽഖീനൊക്കെ പഠിച്ചിരിക്കണ നല്ലതാ. അതൊക്കെ ചൊല്ലേണ്ട സമയം വരികയാണെങ്കിൽ ആവശ്യം വരുമ്പോ ഒക്കെ ഉപയോഗിക്കാം. തൽഖീൻ ഉണ്ടാവും. നമ്മളെ മൗലിദിന്റെ ഏടിലൊക്കെ ഉണ്ടാവും തൽഖീൻ കൊടുത്തത്. കിതാബുകളൊക്കെ ഉണ്ട്. പല രൂപത്തിലും തൽഖീനുണ്ട്. തൽഖീൻ ഈ മയ്യത്തിനു വേണ്ടി, മയ്യത്തിനോട് ഒരുപാട് വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. തൽഖീൻ വളരെ അത്യാവശ്യവുമാണ്. യാ അബ്ദല്ലാഹി ഇബ്ന അമത്തില്ലാഹ് ഉസ്കുരിൽ അഹ്ദല്ലദീ ഖറജ്ത അലൈഹി മിൻ ദാരിദ് ദുനിയാ ഇലാ ദാരിൽ ആഖിറഹ് അഷ്ഹദു അൻ ലാ ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പല രൂപത്തിലും തൽഖീനുണ്ട്. ഇനി എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇദാ ജാഅകൽ മലക്കാനിൽ കരീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമസ്സലാം ഐഖലാക ഫഅജ്ലസാക വസഅലാക മർ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമാ ഇമാമുക വമാ ഫരീളതുക. ഇദാ ജാഅകൽ മലക്കാനിൽ കരീമാൻ, ബഹുമാന്യരായ രണ്ട് മലക്കുകൾ നിന്റെ അടുക്കൽ വന്നാൽ
ഫഅജ്ലസാക വഅയ്ഖളാക നിന്നെ അവർ വിളിച്ചുണർത്തിയാൽ ഫഅജ്ലസാക നിന്നെ അവർ പിടിച്ചിരുത്തിയാൽ വസഅലാക നിന്നോടവർ ചോദിച്ചാൽ മർ റബ്ബുക വമൻ നബിയുക തുടങ്ങി ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ നബി, വമാ ദീനുക ഏതാണ് നിന്റെ ദീന്, വമാ ഖിബ്ലത്തുക വമാ ഇമാമുക ഏതാണ് നിന്റെ ഇമാമ്. അപ്പൊ എന്താ പറയാ, അള്ളയാണ് റബ്ബ്, മുഹമ്മദ് നബിയാണ് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയും അല്ലെ. ഖുർആനാണ് എന്റെ ഇമാമ്, ഇതുവരെ ഓൻ ഷാഫി ഇമാമാണോ എന്റെ ഇമാമു എന്നാ പറഞ്ഞിന്. ഇപ്പൊ ഖബറിൽ എത്തിയപ്പോ ഓനിപ്പോ ഖുർആനാണ് ഇമാമു എന്നാ പറയുന്നത് എന്നാണ്. ആട് കേൾക്കുമ്പോ നമ്മളും തന്നെ സംഗതി ശരിയാട്ടോ, ഇത് വലിയ ഒരു ഇതായി പോയല്ലോ. നമ്മളെ ഉസ്താദന്മാര് മുഴുവനും നമ്മളോട് പറഞ്ഞത് നമ്മളെ മദ്ഹബ് ഷാഫി മദ്ഹബാണെന്നാ, നമ്മളും പറഞ്ഞത് നമ്മളെ ഇമാമ് ഷാഫി ഇമാമാണെന്നാ. ഖബറിൽ മലക്കുകൾ ചോദിക്കുമ്പോ നമ്മളെ ഇമാമാരാ ഖുർആനാണെന്നും പറയണ്. ഇത് വല്ലാത്തൊരു ഒരു ഇതായി പോയല്ലോ. പിന്നെ ഓനാകെ ബേജാറാകുകയാണ്. ഇപ്പൊ ഞാൻ ആകെ പഴച്ചു പോയിരുന്നു എന്നൊക്കെ വിചാരിക്കുകയാണ്. നമ്മൾ അജ്ഞത കൊണ്ടാണത്. വമൻ ഇമാമുക്ക എന്നല്ല മലക്കുകൾ ചോദിക്കുക. എന്താ ചോദിക്കുക? വമാ ഇമാമുക്ക. വമൻ ഇമാമുക്ക എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇമാമുന അശ്ശാഫിഈ അല്ലെങ്കിൽ ഇമാമി അശ്ശാഫിഈ മുഹമ്മദ് ഇദ്രീസ് അശ്ശാഫിഈ എന്നൊക്കെ പറയുന്നു. മനസ്സിലായോ? പക്ഷെ വമാ ഇമാമുക്ക, വമാ ഇമാമുക്ക എന്ന് ചോദിക്കുന്നത് മാ എന്നിട്ട് ഒരു വിഷയം പറയണത് അത് ജീവനുള്ള ആളുകൾക്ക് ഉപയോഗിക്കൂല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ജീവനുള്ള ആളുകളെ കുറിച്ച് അങ്ങനെ ചോദിക്കൂല. ഉദാഹരണം ചോദിക്കാണ്, മൻ ഹാദാന്ന് ചോദിക്കാം അല്ലേ? മാ ഹാദാന്ന് ചോദിക്കുവോ? ഒരാളെ ചൂണ്ടിട്ട് മൻ ഹാദാന്ന് ചോദിക്കാം, ഇതാരാണ്? മാ ഹാദാന്ന് ചോദിക്കുവോ? മാ ഹാദാന്ന് ചോദിക്കാൻ എന്റെ മുഖത്ത് കണ്ണില്ലേ എന്നാ ചോദിക്കാം അല്ലെ? മാ ഹാദാന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഇതെന്താന്ന് ചോദിച്ചാൽ എന്താ മറുപടി? അത് കണ്ണില്ലേനാ മറുപടി ഉണ്ടാകുക. അപ്പൊ മാ എന്ന് മനുഷ്യന്മാർക്ക് പ്രയോഗിക്കൂല, അല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യന്മാർക്ക് പ്രയോഗിക്കൂല. ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക്, സംസാരിക്കുന്ന ജീവികൾക്ക്, ഹയവാൻ നാത്യക്കന് അങ്ങനെ പ്രയോഗിക്കൂല. ഇവിടെ തന്നെ ചോദ്യത്തിനെ മനസ്സിലാണ്ട് മൻ റബ്ബുക്കാന്നാ ചോദിച്ചേ. മൻ റബ്ബുക്ക വമൻ നബിയുക്ക. ദീനിനെ കുറിച്ച് എന്താ ചോദിച്ചേ? മാ ദീനുക്കാന്ന് ചോദിച്ചു. മൻ ദീനുക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മലക്കന്നെ എല്ലാം തിരിച്ചു പറയാം. കാരണം ഒരു മലക്ക അങ്ങനെ ചോദിക്കൂല. മാ ദീനുക്കാന്നാ ചോദിക്കാം. മനസ്സിലായ വ്യത്യാസം? അതേ ചോദ്യമാണ് വമാ ഇമാമുക്കാന്നാ ചോദിക്കുന്നത്. മാ ഇമാമുക്ക, ഏതാണ് നിന്റെ ഇമാമ്? നിന്റെ ഇമാം എന്താണ്? എന്താ ഇമാം? ഏതാ? ഖുർആനാണ്. മൻ ഇമാമുക്ക നല്ല ചോദ്യം. മൻ ഇമാമുക്ക എന്നായിരുന്നെങ്കിൽ ഷാഫി ഇമാമിനെ പറയുന്നു, കുഴപ്പമൊന്നുമില്ല. ഇവിടെ മാ ഇമാമുക്കാന്നായി ചോദിച്ചത്. അപ്പൊ എന്തായി? ഖുർആനാണ്. അതാ വ്യത്യാസം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലോ ഇത്രയും കാലം ഇമാമ് ഷാഫി ഇമാമാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഖുർആനാണെന്ന് പറയണെന്ന് പറഞ്ഞ് വിവരമില്ലാത്തൊരുത്തിന്റെ പ്രസംഗത്തില് വിവരമില്ലാത്തും പോയി പെടുന്നത്. വ്യത്യാസം മനസ്സിലാവണ്ടോ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയുള്ള ചില തിരിമറികളും അഡ്ജസ്റ്റ്മെന്റുകളുമാണ് മനുഷ്യൻ പഴച്ചു പോകുന്നത്. ഇതില് ഒരു മായിന്റെ ഒരു മണ്ണിന്റെയും വ്യത്യാസ. ഈ വ്യത്യാസം ഒരു സാധാരണക്കാരൻ അറിയില്ല. ഏതാൾക്കും അറിയാം. ഖുർആനിൽ ഇമാമിനെ ചോദിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം വാതിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇമാമാരാന്ന് ചോദിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഖുർആനാണ് പറയാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ മായിന്റെയും മണ്ണിന്റെയും വിഷയമൊന്നും സാധാരണക്കാരൻ അറിയില്ല. ഇത് വെച്ചിട്ടാണ് നമ്മളെ പഴപ്പിക്കുക. ശ്രദ്ധിക്കുക, ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പോ തൽഖീൻ ചൊല്ലൽ സുന്നത്താണ്. എന്നിട്ട് പിന്നെ മയ്യത്തിനു വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. ഇതൊക്കെയാണ്. പിന്നെ തഅസിയത്തിന്റെ 3 ദിവസമാണ് തഅസിയത്തിന്റെ സമയം. തഅസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തഅസിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് പറയുന്ന അനുശോചനം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? സത്യത്തിൽ നമ്മൾ പറയുന്ന അനുശോചനം അല്ല തഅസിയത്തോട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ അനുശോചനമൊക്കെ ഒരു നാടകമാണ്. തഅസിയത്ത് എന്ന് പറഞ്ഞാൽ മരിച്ച ആളുടെ വീട്ടിൽ പോവുക, കുടുംബങ്ങളൊക്കെ ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇതിനൊക്കെയാണ് തഅസിയത്ത് എന്ന് പറയാം.
അറബികളൊക്കെ തഅസിയത്ത് വല്ലാതെ വലിയൊരു സംഭവമായിട്ട് തന്നെ നടത്തും. കണ്ടിട്ടില്ലേ? അവർക്ക് തഅസിയത്ത് വലിയൊരു ചടങ്ങ് തന്നെയാണ്. അറബികൾക്ക് തഅസിയത്ത് വലിയൊരു സംഭവമാണ്. തഅസിയത്ത് 3 ദിവസമാണ്. മൻ അസ്സ മുസാബൻ ഫലഹു മിസ്ല അജ്രിഹി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു മരിച്ച വീട്ടിൽ മരിച്ച ആളുകളുടെ കുടുംബത്തോട് ഒരാൾ തഅസിയത്ത് എന്ന് പറഞ്ഞാൽ അവരെ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ അതേ പ്രതിഫലം ഇവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മരിച്ച കുടുംബത്തിന് അവരുടെ വന്ന മുസീബത്തിന്റെ പേരിൽ ഒരു കൂലി അള്ളാന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആ കൂലി ആർക്കുണ്ടാവും? ഈ തഅസിയത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്ത ആൾക്കുണ്ടാവും. തഅസിയത്തിന് പോകുന്ന ആളുകൾ അഅ്ളമല്ലാഹു അജ്റക വ അഹ്സന അസാഅക വ ഗഫറ ലിമയ്യിതിക എന്ന് പറയൽ സുന്നത്ത. ദ്വാരക്കൽ ഇങ്ങനെയാണ്. ഇങ്ങനെ ദ്വാരക്ക മരിച്ച വീട്ടിൽ പോയിട്ട് അവിടെ അവരെ ആശ്വസിപ്പിക്കുക. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം? അഅ്ളമല്ലാഹു അജ്റക വ അഹ്സന അസാഅക വ ഗഫറ ലിമയ്യിതിക എന്ന് ദ്വാരക്ക. ഇങ്ങനെ ദ്വാരക്കാൻ അറബിയിൽ ദ്വാരക്കാൻ കഴിയില്ലെങ്കിൽ ഈ ആശയത്തിലെങ്കിലും ദ്വാരക്കാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഈ നിനക്ക് വന്ന ഈ ബുദ്ധിമുട്ടിന്റെ പേരിൽ നിനക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം തരട്ടെ. പിന്നെ നിന്റെ ഈ കുടുംബത്തിന് മരിച്ചുപോയ ആൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ മലയാളത്തിലെങ്കിലും ദുആ ചെയ്യാം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ജസാക്കല്ലാഹു ഖൈറ വ തഖബ്ബലല്ലാഹു മിൻകി എന്ന് ആര് പറയണം? ആ വീട്ടുകാർ പറയും വേണം. ഇതൊക്കെ ആണ് തഅസിയത്ത്. ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് തൽക്കാലം നമുക്ക് നമ്മുടെ ക്ലാസ് ജനാസ പരിപാലനവുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം അല്ലെ? ഇനി എന്തെങ്കിലും അവ്യക്തതകളോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ട കാര്യങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുക. നമ്മൾ ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇക്കോളണം എന്നൊന്നുമില്ല. മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സംശയങ്ങളും മറ്റുമൊക്കെ. സഹോദരിമാരൊക്കെ ക്ലാസ്സിനുള്ളതല്ലേ? സംശയങ്ങളൊക്കെ എഴുതി ചോദിക്കുക. ഇൻഷാ അല്ലാഹ് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 10 വർഷത്തിലധികമായി ഇവിടെ ഫാമിലി ക്ലാസുകൾ നടന്നു വരുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി പണ്ഡിതന്മാർ നമുക്ക് ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ